ഇത് അതായത് സവർക്കറെ എതിർത്ത് നിൽക്കുന്ന ഹിന്ദുക്കളുണ്ട് ഒരുപാട് പേര്, അവരും കൂടി ഏറ്റെടുക്കും. ഇപ്പൊ എന്തുകൊണ്ടാണ് ഏറ്റെടുക്കാത്തത്, അല്ലെങ്കിൽ അതിന് പഠിക്കാൻ പോലും തയ്യാറാവാത്ത എന്തുകൊണ്ടാ? ഇത് BJP-യുടെ ആളാണ് എന്നുള്ളൊരു ധാരണയാണ്, ഒരു തെറ്റിദ്ധാരണയുണ്ട് അവർക്ക്. ഇത് അങ്ങനെയാണല്ലോ നമ്മളിവിടെ ഈ സവർക്കറുടെ പേരിൽ പുള്ളിയുടെ ജന്മദിനത്തിന് വേണ്ടി സ്റ്റാമ്പ് ഇറക്കിയ കഥയൊന്നും, അത് ഇന്ദിരാഗാന്ധി ഇറക്കിയ കഥയൊന്നും ഇവിടുത്തെ പല ഹിന്ദുക്കൾക്കും അറിയില്ല, പല BJP-ക്കാർക്കും അറിയില്ല. ഇന്നലെ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ പല സാധനം പുള്ളി നമ്മളുടെ ഒരു ഇന്ത്യയുടെ ഒരു എന്താണ് മഹാനായ പുത്രനാണെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധി. എന്ന് വേണ്ട ഇപ്പം സവർക്കറിനെ എനിക്ക് തോന്നുന്നു സവർക്കർ ബാഷിങ് തുടങ്ങിയിട്ട് 10 കൊല്ലമായിട്ടുള്ളൂ. അതിന് മുമ്പ് സവർക്കർ ബാഷിങ് ഇല്ല. സവർക്കറിനെ കാരണം ഞാൻ കാലാപാനി സിനിമ നമ്മൾ കണ്ടതാണ്. അന്ന് സവർക്കറായിട്ട് അഭിനയിച്ച ഒരു ഹിന്ദി നടനുണ്ടല്ലോ. അന്ന് നമ്മൾ സവർക്കറെ കാണുമ്പോഴും സവർക്കറിനെതിരെ ആ ഒരു ലേഖനമോ സവർക്കർ ഒരു മോശം വ്യക്തിയാണെന്നോ ഇന്ന് കാണുന്ന പോലെ ഷൂ നക്കി എന്നൊന്നും പറഞ്ഞ സാങ്കല്പിക ആണ് എന്ന് പറഞ്ഞാൽ. പക്ഷേ സവർക്കറിനെ റിസംബിൾ ചെയ്യുന്നുണ്ട് സെയിം. നമ്മളങ്ങനെയാണ്. ഞാൻ സവർക്കറിന് കേൾക്കുന്ന ആദ്യമാണ്. അപ്പോൾ സവർക്കറിനെ അങ്ങനെ ഒരു പ്രൊമിനൻറ്റ് ഫിഗറേ അല്ലായിരുന്നു. പക്ഷെ സഡൻലി ഒരു 2014 അധികാരത്തിൽ BJP വരുന്നതോടുകൂടി എനിക്കൊന്ന് വാജ്പേയി വന്നപ്പോൾ പോലും സവർക്കറിന് ഇത്രയും പ്രാധാന്യമില്ല. ഈ നരേന്ദ്രമോദിയും ടീമും വന്നപ്പോഴാണ് പെട്ടെന്ന് സവർക്കറിനെ വെച്ചുകൊണ്ട് ഇവരെ അറ്റാക്ക് ചെയ്യാമെന്നൊരു ഒരു ഐഡിയയിലേക്ക് ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ പോയത്. പക്ഷേ അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇവർ BJP കൂടുതൽ സ്ട്രോങ് ആയി വരുവാണ് ചെയ്തത്. സവർക്കർക്കെതിരെ രാഹുൽ ഗാന്ധി കോടതി പോയിട്ട് അവിടുന്ന് ഓടേണ്ടി വന്നു. അതെ അല്ലേ? അതായത് അങ്ങനെ ശരിയല്ല. ഇനി ഞാനും പറയുന്ന ഒരു കാര്യം, ഒരു ദിവസം ജയിലിൽ കടന്നിട്ടുണ്ടെങ്കിൽ പോലും അയാളെ നമ്മൾ വിളിക്കുക സ്വാതന്ത്ര്യ സമര സേനാനി തന്നെയാണ് അല്ലേ? അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ക്വിസ് മത്സരത്തിൽ ചോദ്യം ഇട്ടെന്നാ പറയുന്നത്. അതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. ഇവിടെ വാര്യംകുന്നനെ വരെ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് വിളിക്കുന്നു. ആ ടീമാണ് സവർക്കറിനെ ഷൂ നക്കി എന്ന് വിളിക്കുന്നത്. അപ്പൊ ആലോചിച്ചു. അതെ.